Hi dears, welcome back to Xylem Learn. It's me, ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. സോ മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഈ ചാനലിലേക്ക് വരാം. ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ. സോ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറഞ്ഞാൽ അടിപൊളി ചാപ്റ്റർ ഉണ്ട്. പല കുട്ടികൾക്കും ടഫാണെന്ന് പറയപ്പെടുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും ഒറ്റ വീഡിയോയിൽ തരാൻ പോവാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഈ അടുത്തായിട്ട് വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്, ഒരു മോളുടെ മെസ്സേജാണ്. മോളുടെ പേരിങ്ങനെ തന്നിട്ടുണ്ട്. ഹായ് ഫുബു സർ, ഐ ആം സന ഫാത്തിമ ഫ്രം അസ്ത്ര ബാച്ച്. സർ, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇന്ന് മാത്സിൻ്റെ പേപ്പർ കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. 72 മാർക്ക് ഉണ്ട് മാത്സിൽ. എൻ്റെ ക്ലാസ്സിൽ ഞാനാണ് ടോപ്പർ. ലാസ്റ്റ് ഇയർ ആനുവൽ എക്സാമിന് 79 മാർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം അത്രയും കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ലാന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം 79 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഇപ്രാവശ്യം 72 കിട്ടിയത്. പക്ഷെ അവൾക്ക് വിഷമല്ല എന്നാണ് പറയുന്നത്. മാത്സിന് A+ ഒക്കെ ഉണ്ട്. ബട്ട് 2-3 സബ്ജക്റ്റൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ട രീതിയിലുള്ള ചോദ്യപേപ്പർ അല്ല ഈ പ്രാവശ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ A+, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലാസ്റ്റ് എക്സാമിലൊക്കെ A+ വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്, ഫുൾ മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ പല ആളുകൾക്കും ഇപ്രാവശ്യത്തെ മാത്തമാറ്റിക്സിൽ A+ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിട്ട് ഈ മോൾക്ക് A+കളൊക്കെ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റിലൊക്കെ അത്രയും മാർക്ക് വാങ്ങി ഞാൻ ഇത്രയും ബാക്കിലോട്ട് പോയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട് സാർ. അത് മറ്റ് സബ്ജക്റ്റുകളൊക്കെ ബാക്കോട്ട് പോയിട്ടുണ്ട്. അത് മറ്റൊന്നും അല്ല മക്കളെ, അതിൻ്റെ ഒരു റീസൺ ചോദ്യപേപ്പറിലെ ചേഞ്ചസുകൾ മാത്രമാണ്. അത് ഓണം എക്സാമിന് ശേഷം അയച്ചു തന്നിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ ഇതിന് ശേഷം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പല കുട്ടികളും ഇതേ മെൻറ്റാലിറ്റിയിലുള്ള നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മാർക്ക്? 9ാം ക്ലാസ്സിലൊക്കെ എത്രയായിരുന്നു മാർക്ക്? അതിനുശേഷം 10ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് മാർക്ക് കുറഞ്ഞോ? ഡെഫിനറ്റ്ലി എല്ലാ കുട്ടികൾക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ റിക്കവർ ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ഓണം എക്സാമിൻ്റെ പാറ്റേണിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ പോലെ നമ്മൾ ക്രിസ്മസ് എക്സാമിന് പ്രാക്ടീസ് ചെയ്യണം. സോ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തരുന്നതാണ്. വെയിറ്റ് ചെയ്യുക. സോ ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് അടുക്കാണ് കോൺസെപ്റ്റ് 1. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന രീതിയിലാണ് വന്നതെങ്കിൽ അതിൻ്റെ സൈഡുകൾ, ഇതിൽ ഞാൻ ചോദ്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവിലുണ്ടാവും. ഇതിൽ ഇക്വേഷൻസ് മാത്രമാണുള്ളത്. സോ ചോദ്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യണം, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1, 60 √3, 2. സോ ഈ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ 1 ആണ്, അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. സോ ഇവിടെ 4 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരിക. ഇവിടെ 1ൻ്റെ കൂടെ √3, ഇവിടെ 4ൻ്റെ കൂടെ √3. അപ്പോൾ ഇവിടെ 8 √3 ആണ്, ഇവിടെ 8, അതിൻ്റെ ഇരട്ടി 16. ഇവിടെ 20 ആണെങ്കിൽ അതിൻ്റെ പകുതി ഇവിടെ, അതിൻ്റെ കൂടെ √3. അപ്പോൾ ഈ കാണുന്നതിൽ ഇതാണ് കുറച്ചൊരു ടഫായിട്ടുള്ളത്. ഈ 60ന് ഓപ്പോസിറ്റ് √3 ഇല്ലാത്ത ടേമാണ് വന്നെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. √3 ഇല്ലെങ്കിൽ ബാക്കി 2 സ്ഥലത്ത് നിങ്ങൾ എന്ത് കൊടുക്കുക? √3 കൊടുക്കുക ഡിനോമിനേറ്ററിൽ. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 എഴുതാം, ഇത് 40 എഴുതാം. ഇതെങ്ങനെ വന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കണ്ടാൽ മതി. ലൈവിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ രണ്ടാമത് ഇതേപോലെയുള്ള 2 ആംഗിളാണ് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ആൻഡ് AB-യും BC-യും ഈക്വൽ ആണ്. കാരണം ഐസോസ്ലെസ് സമപാർശ്വ ത്രികോണമാണ്. സോ 1ന് ഓപ്പോസിറ്റ് ഇത് രണ്ടും ഈക്വൽ. 2 ആണ് 2, ഇത് 2√2. ഇത് 5 ആണ്, ഇതും 5, ഇത് 5√2. ഇത് 6√2 ആണ്, ഇത് 6, ഇത് 6. √2 ഇല്ലാത്ത ടേം ആണെങ്കിൽ ബാക്കി 2 സ്ഥലത്ത് ഡിനോമിനേറ്ററിൽ √2 കൊടുക്കുക. ഇവിടെ 6, ഇവിടെ 6. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. കോൺസെപ്റ്റ് 3ലേക്ക് വരുന്ന സമയത്താണ് പല കുട്ടികൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ പല കുട്ടികൾക്ക് അറിയാത്ത സൈനും കോസും ടാനൊക്കെ വരുന്നത്. സോ സൈന്, കോസ്, ടാൻ ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഈ 3 ഇക്വേഷൻ പഠിക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ് സോ കാട്ടോ. ആരെങ്കിലും സുഖമാണോ വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സോ കാട്ടോ. സോ എന്ന് പറഞ്ഞാൽ sin x = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്. sin x = ഓപ്പോസിറ്റ് സൈഡ് AB/AC. ഈ എക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ sin C എന്ന് തരാം കേട്ടോ, sin C. ഇനി sin A ആണ് ചോദിച്ചതെങ്കിൽ BC/AC. അതായത് ഓപ്പോസിറ്റ് ഏതാണോ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എടുക്കേണ്ടത് ആദ്യം. സോ sin x എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്. അത് ഈ സൈഡും നമ്മളെ റേഷ്യോ അഥവാ അംശബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൈൻ എന്ന് വിളിക്കുന്നത്. ഇനി അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ് ആണെങ്കിൽ അതാണ് കോസ്. ആൻഡ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ സോ കാട്ടോ ഇത് 3 പഠിച്ചാൽ കിട്ടി. sin x = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, cos x = അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ്, ടാൻ x = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതെന്നെ മലയാളം മീഡിയം കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് sin x എന്ന എതിർവശം ബൈ കർണം, സമീപവശം ബൈ കർണം ആൻഡ് എതിർവശം ബൈ സമീപവശം. സെയിം ഇക്വേഷൻ തന്നെ, സെയിം മലയാളത്തിൽ കാണിച്ചതോളൂ. ഇത് ഓർത്ത് വെക്കാൻ സിമ്പിൾ ട്രിക്ക് എന്താണ്? sin x ചോദിച്ചു, എന്ത് കഴിച്ചു?
കോസ് എക്സ് പറയാണ് സമൂസ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ടാൻ എക്സ് പറഞ്ഞു എനിക്കും സമൂസ വേണം. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എതിർവശം ബൈ കർണം. കോസ് പറഞ്ഞാൽ സമീപവശം ബൈ കർണം. ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. സോ ഞാൻ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കാത്തൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ പാറ്റേൺ മാറിയതുകൊണ്ട് ഈ ടോപ്പിക്കിനൊക്കെ ചോദ്യം വരാം. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. സൈൻ എക്സും സൈൻ വൈയും ഈക്വൽ ആവുന്ന ഒരേ ഒരു കണ്ടീഷൻ എക്സും വൈയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് 40 ഡിഗ്രി ആണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള സൈൻ്റെ വാല്യൂ 140 ആണ്. കാരണം ഈ 40ഉം 140ഉം കൂട്ടിയാൽ 180 കിട്ടണം. ഇതാണ് കണ്ടീഷൻ. അതേപോലെ 10 ഡിഗ്രി ആണെങ്കിൽ ഇത് 170 ആയിരിക്കും. കാരണം 2 കൂടിയും കൂട്ടിയാൽ 180 കിട്ടണം. ഇത് 130 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. 2 കൂടിയും കൂട്ടിയാൽ 180 കിട്ടണം. സോ ഇത് 180 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിർബന്ധമായിട്ടും ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. ഹൃദയത്തിൽ നിന്ന് തന്നെ കമൻറ്റ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആൻസർ അറിയുന്ന കുട്ടികൾ സൈൻ 35 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഏതാ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഇനി കുറേ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ സൈനും ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. സൈനും കോസും ഈക്വൽ ആയിട്ടുള്ള, പല ആൾക്കാർക്ക് ഇത് അറിയുന്നല്ല ഉണ്ടാവില്ല. സ്കൂളിലൊക്കെ ക്ലാസ് ട്യൂഷൻ്റെ ക്ലാസ് കണ്ടിട്ടും ഇതൊന്നും ചിലപ്പോൾ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. എക്സാം ടഫ് ആകുന്നതുകൊണ്ട് ഇതൊക്കെ വരാം. സോ സൈൻ എക്സും കോസ് വൈ ഈക്വൽ ആകുന്ന ഒരേ ഒരു കണ്ടീഷൻ എക്സും വൈ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടിയാൽ മതി. അപ്പോൾ സൈൻ 10ഉം കോസ് 80ഉം ഈക്വൽ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റത്തെ പേജ് എടുക്കുക. അതിൽ സൈൻ 10ൻ്റെയും കോസ് 80ൻ്റെയും വാല്യൂ നോക്കി നോക്കുക. രണ്ടും സെയിം ആയിരിക്കും. അതേപോലെ ഇത് 60 ആണ്, ഇത് 30, ഇത് 50 ആണ്, ഇത് 40, ഇത് 0 ആണ്, ഇത് 90. രണ്ടു കൂടി കൂട്ടിയാൽ 90 കിട്ടിയാൽ മതി. അതേപോലെ ഒറ്റ കാര്യം കൂടി അതിൽ പഠിക്കാണ്ട് ടാൻ എക്സും ടാൻ വൈയും കൂട്ടിയാൽ 1 ഇൻറ്റു ചെയ്താൽ 1. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അത് എക്സും വൈയും കൂട്ടിയാൽ 90 കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അത് 40ഉം 50ഉം 90. അങ്ങനെയാണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 20ഉം 70ഉം 90 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. 10 80. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ടാൻ 44 ഇൻറ്റു ടാൻ 46 എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് അടുക്കാൻ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 അടുത്തടുത്ത സൈഡുകൾ തന്നു, അതിൻ്റെ ഇടയിലുള്ള ആംഗിളും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും തന്നാൽ നമുക്ക് ഉത്തരം കിട്ടൂല. ഇത് രണ്ടും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളും, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ഈ കണ്ടീഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റൂ. അതേ ചോദിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ തന്നാൽ ഹൈറ്റ് കാണാൻ ഒരു പണിയില്ല. ഇവിടെ എത്രയാണോ ലെങ്ത് ഉള്ളത് അത് ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര? 10 ഇൻറ്റു സൈൻ 40. ഓക്കെ, ഇതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ അര ബി എച്ച് ആണ്. അര ഇൻറ്റു പാദം എന്ന് പറഞ്ഞാൽ എ, ഉയരം എന്ന് പറഞ്ഞാൽ ബി സൈൻ എക്സ്. സോ അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. സോ അര ഇൻറ്റു എ ഇൻറ്റു ബി സൈൻ എക്സ്. ഈ സെയിം ഐഡിയ നിങ്ങൾക്ക് പാരലോഗ്രാമിന് കണ്ടുപിടിക്കാം. ഹൈറ്റ് കാണാൻ സെയിം തന്നെ, ബി ഇൻറ്റു ഈ കാണുന്ന ആംഗിൾ എക്സ്, അഡ്ജസ്റ്റൻറ്റ് സൈഡുകൾ തന്നതാണ്, 2 അടുത്തടുത്ത സൈഡുകൾ. സോ ബി സൈൻ എക്സ് എന്നാണ് ഇതിൻ്റെ ഹൈറ്റ്. രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണ് വരുന്നത്. ഈ ബി ഇവിടത്താന്ന് മനസ്സിലാക്കണേ. അതായത് കർണം ഹൈപ്പന്യൂസ് ആണ് ബി വരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എ ആണ് ഇതെങ്കിൽ ഇവിടെ എ സൈൻ എക്സ് ആവും, ഇവിടെ എ സൈൻ എക്സ് ആവും, അത്രേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം, നോ പ്രോബ്ലം. അക്ഷരങ്ങൾ കാട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷേ ഇത്രേ ഉള്ളൂ. 90ന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ആദ്യം ഇടേണ്ടത്. പിന്നെ പരപ്പളവ് നമുക്കറിയാം പാദം ഇൻറ്റു ഉയരമാണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ബേസ് എന്ന് പറഞ്ഞാൽ എ, ഹൈറ്റ് എന്നാൽ ബി സൈൻ എക്സ്, എ ബി സൈൻ എക്സ്. അതായത് ഇത് ഇൻറ്റു സൈൻ ഇത്. ഇനി 2 കാര്യം കൂടിയേ പഠിക്കാനുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലത്തെ ചിത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ചോദിക്കാം. ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ആംഗിളും ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന സർക്കിള്, ഈ കാണുന്ന ആംഗിള് 40 ഡിഗ്രി, ഈ കാണുന്ന സൈഡ് 10 സെൻറ്റിമീറ്റർ. ഇത്ര മാത്രം അതുകൊണ്ട് ഇതിൻ്റെ ഡയമീറ്റർ ചോദിക്കാം, ഒരു പണിയില്ല. എ ബൈ സൈൻ എക്സ് ആണ്. എ ബൈ 2r ഈക്വൽ ടു എ ബൈ സൈൻ എക്സ്. അതായത് വ്യാസം സമം എ എന്ന് പറഞ്ഞാൽ തന്ന സൈഡ് ബൈ സൈൻ എക്സ് എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, മാറിപ്പോരുത്. ഇതേ ചോദ്യം നിങ്ങൾക്ക് റേഡിയസ് ആണ് ചോദിച്ചതെങ്കിൽ 10 ബൈ ആ 2 അങ്ങോട്ട് എടുത്താൽ 2 ഇൻറ്റു സൈൻ 40. അതായത് ലാസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ ഡയമീറ്റർ ആണ്, എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് വരും. ഇതാണ് ഐഡിയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ ചോദ്യം എന്ത് വരും? ഈ കാണുന്ന സൈഡ് വരും, ഈ കാണുന്ന സൈഡ് വരും, ഈ കാണുന്ന സൈഡ് ആംഗിൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2r ഈക്വൽ ടു എ ബൈ 10 ബൈ സൈൻ 40 ഓർ 2r ഈക്വൽ ടു 12 ബൈ സൈൻ 60. 2 ചെയ്താൽ നിങ്ങൾക്ക് സെയിം ഐഡിയ കിട്ടുക, ആൻസറാണ് കിട്ടുക. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. ആംഗിൾ സെയിം അല്ല ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത എക്സാമ്പിൾ കറക്റ്റ് അല്ല. പക്ഷേ ഈ ഐഡിയ എത്ര ഉള്ളൂ. ഏതാണോ തന്ന സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ ഏതാണോ തന്ന സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി ബൈ സൈൻ ബൈ, അല്ലെങ്കിൽ ഏതാണോ തന്ന സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2r ഇൻറ്റു സൈൻ എക്സ് ചെയ്താൽ മതി. എ എന്ന് പറഞ്ഞ സൈഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി?
അതും പരിശോധിച്ചു 2r × sin x വ്യാസം തരും, ഈ കാണുന്ന ആംഗിളും തരും. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇനി ബി ആണ് കണ്ടുപിടിക്കേണ്ടത് 2r × sin y, 2r × sin y. ഇതാണ് കണ്ടുപിടിക്കുന്നത് 2r × sin z. എന്താ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഈ കാരണം മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിന് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിന് മുഴുവൻ കൊണ്ടുവന്നു. അതാണ് ഞാൻ ഇവിടെ വരച്ച് വെച്ചു കേട്ടോ. എക്സിൻ്റെ ഓപ്പോസിറ്റ് 2r sin x, എക്സിൻ്റെ ഓപ്പോസിറ്റ് 2r sin x, വൈൻ്റെ ഓപ്പോസിറ്റ് 2r sin y. അത് സൈഡാണ്, ഇതൊക്കെ സൈഡാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ തന്നു, 3 ആംഗിൾ തന്നിട്ട് അതിൻ്റെ സൈഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത് 2r × 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഇവിടെ ഒരു സർക്കിളും വേണം, അത് തരണം കേട്ടോ. ഡയമീറ്റർ തരണം, നല്ല കിട്ടുള്ളൂ. അല്ലെങ്കിൽ റേഡിയസ് എങ്കിലും തരണം. റേഡിയസ് തന്നാൽ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ചിലപ്പം ചോദിക്കും, ഈ കാണുന്ന 3 ആംഗിൾ തന്നിട്ട് ഈ കാണുന്ന സൈഡിൻ്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ റേഷ്യോ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നില്ല? ഡയമീറ്റർ കിട്ടണമെന്നില്ല. കാരണം എല്ലാത്തിലും 2r ഉണ്ട്. ഇവിടെ 2r ഉണ്ട്, ഇവിടെ 2r ഉണ്ട്, ഇവിടെ 2r ഉണ്ട്, ഒക്കെ വെട്ടിപ്പോകും. അപ്പോൾ sin x, sin y, sin z അതായിരിക്കും റേഷ്യോ ഉണ്ടാവുക, അംശബന്ധം. അപ്പോൾ ഈ കാണുന്ന സൈഡിൻ്റെ അംശം എന്നാൽ 2r sin 60, sin 60, ഇത് sin 80, ഇത് sin 40. സോ ഈ കാണുന്ന ത്രികോണത്തിൻ്റെ അംശം എന്നാൽ sin 60, sin 40, sin 80. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് നിങ്ങൾ ഏത് ഓർഡർ എടുത്താലും കുഴപ്പമില്ല, ഈ 3 ആംഗിൾ വരുന്ന രീതിയിൽ എടുത്താൽ മതി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്ര ഉള്ളിൽ പഠിക്കാൻ. മേൽക്കോണും കീഴ്ക്കോണും. ഇതൊരു ബിൽഡിംഗ്, ഇത് വലിയൊരു ടവർ. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നേരെ നോക്കുന്ന കാഴ്ചയെ നേർക്കാഴ്ച എന്ന് പറയും. നേരെ നോക്കുന്ന സ്ട്രൈറ്റ് വ്യൂ. ആ കുട്ടി നേരെ മേലോട്ട് നോക്കുകയാണെങ്കിൽ അതിന് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയും. താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. മക്കളെ, കീഴ്ക്കോൺ വരുന്ന സമയത്ത് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും. കണ്ടോ, ഒരു Z കാണാൻ പറ്റും ഇവിടെ. ആ സെയിം ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഐഡിയ. ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലൈവുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് സാർ ലൈവ് വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം, ഈ ടോപ്പിക്കിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് സ്കൂളിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞത് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവരെന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് സെഷന് പോവുക. സൈലം SSC എന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ലൈവ് കിട്ടും. അത് നിങ്ങളെടുത്ത് കാണുക. പാർട്ട് 1 റിവിഷൻ, പാർട്ട് 1 റിവിഷൻ, പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ അത് മാക്സിമം കാണുക, എന്നിട്ട് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ സൈലത്തിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാരംഭത്തിൻ്റെ ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 9995400800. ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 9995400800 നമ്പറിൽ വിളിച്ചുകൊണ്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ ഓഫറുണ്ട്. ഈ ഓഫർ 27-ാം തീയതി സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ഉണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കിട്ടും. സോ അതിൽ ജോയിൻ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ദിസ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്.